ഞാൻ പറഞ്ഞു 9,000 പീപ്പിളിന് ഇവിടെ ഇരിക്കാവുന്ന 9,000 അല്ല 24,000 24,000 ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് പ്രോഗ്രാംസ്, ഗ്ലാഡിയേറ്റർ വാർസ് ആണെങ്കിലും ആനിമൽ ഫൈറ്റ്സ് ആണെങ്കിലും ആർട്സ്, മ്യൂസിക് എക്സെട്ര ആണെങ്കിലും കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് 24,000. ലോകത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ. നമസ്കാരം. നമ്മൾ പമുക്കലയിൽ നിന്ന് കുശദാസി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബീച്ചിന് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ബീച്ചിലെങ്കിലും ആരുമില്ല. ഇപ്പം നിങ്ങൾ ഈ തിരയൊക്കെ കാണുമെങ്കിലും ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പം ബീച്ചൊക്കെ വളരെ ശാന്തമായിട്ട് കിടക്കായിരുന്നു കേട്ടോ. പക്ഷേ നല്ല അടിപൊളി ഒരു സ്ഥലം. ഞങ്ങൾ താമസിക്കുന്നത് ഈ ഹോട്ടലിലാണ്, ഹോട്ടൽ മാർട്ടി. ഞങ്ങളെന്ന് പറയാനായിട്ട് ഇപ്പം ഞങ്ങൾ 2 പേരില്ല. സാജു, ഡോക്ടർ സാജു ഇന്നലെ തിരിച്ചുപോയി, പമുക്കലയിൽ നിന്ന് തന്നെ തിരിച്ചുപോയി. അത് കഴിഞ്ഞാണ് നമ്മൾ കുശദാസിയിലേക്ക് വന്നത്. കുശദാസിയിലേക്ക് പോരുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഒലിവ് തോട്ടങ്ങളാണ്. ഒലിവ് തോട്ടങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോബെറി ഉണ്ട്, വാട്ടർമെലൻ്റെ കൃഷിയുണ്ട്, അങ്ങനെ പല പല കൃഷികൾ. ഓറഞ്ചൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഒരു അപ്പച്ചനും അമ്മച്ചിയും ചെറിയ കട നടത്തുന്നുണ്ട്, കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ച്. അപ്പോൾ സ്ട്രോബെറിയാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ സ്ട്രോബെറി വാങ്ങി. 1 കിലോ സ്ട്രോബെറിക്ക് 35 ലീറ. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോബെറി, നല്ല പഴുത്ത് നിൽക്കുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്ട്രോബെറിയൊക്കെ വാങ്ങി. അതുകൂടാതെ ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനെഗർ, ഓർഗാനിക് വിനെഗർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. അങ്ങനെ കുറേ ഐറ്റംസ്. അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ താമസിക്കുന്ന റൂം ഇതിൽ ഏറ്റവും മുകളിൽ ആ കാണുന്ന റൂമാണ്. ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. കുശദാസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ബീച്ച് ടൗൺ എന്ന് വേണേൽ പറയാം. കുറേ വീടുകളുണ്ട് കേട്ടോ. വീടുകൾ മാത്രമല്ല, വീടുകളും ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, അതേപോലെ റിസോർട്ടുകളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവെ ഒരു ഉറങ്ങിക്കിടക്കുന്ന ടൗൺ എന്ന് വേണേൽ പറയാം. തീർത്തും തിരക്കില്ല. ഇന്നലെ ഞാൻ വന്ന സമയത്താണെങ്കിലും ഇവിടെയെങ്കിലും ആരും ഇല്ലായിരുന്നു. ഇച്ചിരി തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു, പെട്ടെന്ന് തണുപ്പ് കൂടിയ പോലെ. അതേപോലെ തന്നെ തിരയൊന്നും ഇത്രയൊന്നുമില്ല, തീർത്തും ശാന്തമായിട്ട് കിടക്കുന്ന സമുദ്രമായിരുന്നു ഇന്നലെ കണ്ടത്. ഇന്നിപ്പം നല്ലതായിട്ട് തിരയുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രസകരമായിട്ട് കാണാൻ. ഇപ്പോഴാണ് കുറച്ചുകൂടി ഒരു രസം എന്ന് പറയാം. ഇന്നലെ അത്ര ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നതുകൊണ്ട് കടലാന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് അത്ര രസമില്ലായിരുന്നു. ഇന്ന് പക്ഷേ ചൂടെ തിരയുണ്ട്. അതിനകത്തൊരു അവിടെ ഒരു ബോട്ടൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ ഒരു ചെറിയ ഐലൻഡ് അല്ല, ശരിക്കും അതിന് കണക്ഷൻ ഉണ്ട് ലാൻഡുമായിട്ട്, പക്ഷെ കണ്ടാൽ ഐലൻഡ് പോലെ തോന്നും നമുക്ക്. അങ്ങനെ കുശദാസിയിൽ ഇപ്പം നമ്മൾ നിൽക്കുകയാണ്. കുശദാസിയിൽ നമ്മൾ ചെറിയൊരു ടൂർ എഫേസൂസിന് പോവാണ്. എഫേസൂസിന് പോയിട്ട് തിരിച്ച് വന്നിരുന്ന് ഇവിടുന്ന് മൊത്തം കഥകൾ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിക്കിടക്കുന്ന ടൗണാണ്. അധികം പേരൊന്നുമില്ല, വളരെ കുറച്ച് പേര്. ഇതൊക്കെ കസേരയൊക്കെ ചുമ്മാ ഇങ്ങനെ കിടക്കുകയാണ്. രാവിലെ ഇപ്പോൾ സമയം 9 മണിയായി, നമ്മൾ ടൂറിന് പോകേണ്ട സമയമായി. ഇതെല്ലാം അടച്ച് കിടക്കുകയാണ്. ഇവിടെ ഒരു ക്ലിനിക്കാണ് കേട്ടോ. ഇതൊരു ക്ലിനിക്കാണ്. ക്ലിനിക് ഡോക്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ടർക്കി ടൂറിസത്തിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ പാൻഡമിക് അവസ്ഥയിൽ ടൂറിസം വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ടൂറിസം സെക്ടറിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്കണോമിയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ടൂറിസത്തിന് വരുന്നവരാണെങ്കിലും നമുക്ക് പൊതുവെ ചിലവ് കുറവാണ്. ഞാൻ വിചാരിച്ചതിലും ചിലവ് കുറവാണ്. ഫുഡിനാണേലും അതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കാനാണേലും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ടർക്കി എന്ന് പറയുന്നത് യൂറേഷ്യൻ രാജ്യമാണ്, യൂറോപ്പിലും ഏഷ്യയിലും കൂടെ കിടക്കുന്നത്. അപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ചിലവ് കുറവാണ്. പക്ഷേ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനും ഉണ്ട്, ആസ്വദിക്കാനും ഉണ്ട്. അപ്പോൾ ഇനി എഫേസസിലോട്ട് പോവാം അല്ലേ? How are you? Fine, and you? Good, thank you. Okay, only stay here Kuşadası, only just you taken here. The other 3 more people in Selçuk town, me. The other guy is in Selçuk town, in Ephesus. Okay. About these 4 people today. Okay. Same bus. Okay. All day Ephesus tour. Okay. About afternoon time is 4 o'clock, maybe 5 o'clock, I don't know. We will finish. Tour finish and then come back to your hotel. Okay, good. Thank you. ഇങ്ങനെ നമ്മൾ നമ്മുടെ വാനിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. എഫേസൂസ് കാണാനായിട്ട് പോവുകയാണ്. കുശദാസി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ കുശദാസി ടൗണിൽ ഇറങ്ങിയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് വല്ല ടാക്സി വല്ലതും പിടിച്ച് വരാൻ നോക്കാം. കുശദാസി ടൗണിൻ്റെ കാഴ്ചകൾ ഞാൻ കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒന്ന് നടക്കാൻ പറ്റുകയാണെങ്കിൽ നടക്കാം. എഫേസൂസ് ടൂർ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 4 മണി 5 മണിയാകുമ്പോൾ തീരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. ഇനി 4-5 പേരൂടെ വരാനുണ്ട്. അവർ ഓൺ ദ വേ എഫേസസ് ടൗണിന് അടുത്ത് വെച്ച് തന്നെ അവർ കയറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടൂറിൻ്റെ ആദ്യ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കന്യാകുമാരിയത്തിൻ്റെ വീടാണ്, സെയിൻറ്റ് മേരീസ് ഹൗസ് എന്ന് വേണേൽ പറയാം. കന്യാകുമാരിയം തൻ്റെ അവസാന കാലങ്ങളിൽ ഇവിടെ വന്നാണ് താമസിച്ചിരുന്നത്. അതേപോലെ തന്നെ ജോൺ ദി അപ്പോസ്തലൻ്റെ കബറിടവും താഴെയുണ്ട്, സിറ്റിക്ക് അടുത്തായിട്ടാണ്. അപ്പോൾ ജോൺ ദി അപ്പോസ്തൽ ഇവിടെ വന്ന് കബറടങ്ങിയിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു എവിഡൻസ് ആണെന്നാണ് പറയുന്നത്. കന്യാകുമാരിയവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. കാരണം എന്ന് വെച്ചാൽ യേശുക്രിസ്തു ജോൺ ദി അപ്പോസ്തലിനാണ് കന്യാകുമാരിയത്തിൻ്റെ കൈ പിടിച്ചു കൊടുത്തത്. കാരണം അമ്മയെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത് യോഹന്നാൻ സ്നാപകനല്ല, യോഹന്നാൻ സ്ലീഹായിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഖബറടങ്ങിയിരിക്കുന്നതുകൊണ്ട് കന്യാകുമാരിയത്തിൻ്റെ തന്നെയാണ് ഈ വീട് എന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ അന്ന കത്രീന എന്ന് പറയുന്ന ജർമ്മൻ സിസ്റ്റർ ഇവിടെ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരത്തിയുടെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഇവിടെ വന്ന് എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ ഇത് റീകൺസ്ട്രക്ട് ചെയ്താണ് പല ഭാഗങ്ങളും. ഇതിൻ്റെ മേൽഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് റീകൺസ്ട്രക്ട് ചെയ്താണ്. കല്ലുകളൊക്കെ അതുപോലെയാണ്, അതേപടി തന്നെയാണ്. അകത്ത് നമുക്ക് കയറി വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺസോ ക്യാമറയോ ഒന്നും അകത്ത് അലൗഡ് അല്ല ഉപയോഗിക്കാനായിട്ട്. നമുക്ക് കൊണ്ട് കയറുന്നതിന് കുഴപ്പമില്ല, ഉപയോഗിക്കാൻ അലൗഡ് അല്ല. ഇവിടെ ഇപ്പോഴും സർവീസസ് ഒക്കെ നടക്കുന്നുണ്ട്. സർവീസസ് നടക്കുന്ന സ്ഥലങ്ങൾ അപ്പുറത്തുണ്ട്. ഹോളി കുർബാനയൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അകത്ത് കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒത്തിരി പേര് അകത്തൊക്കെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് തിരിയൊക്കെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തിരി കത്തിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ചുറ്റുവട്ടം നല്ല പച്ചപ്പാണ്. അകത്ത് നിന്ന് സംസാരിക്കാനും ഉറക്കെ പറയുവാനോ ബഹളം വെക്കാനോ ഒന്നും അനുവാദമില്ല കേട്ടോ. അകത്ത് അധികം തിരക്ക് നിൽക്കുന്നില്ല. കുറച്ച് പേർക്ക് ഇങ്ങനെ കയറി നമുക്കിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോരാം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലേക്ക് ആദ്യം വരുമ്പം തന്നെ നമ്മളൊരു കിണറാണ് കാണുന്നത്. ആ കിണർ അന്ന് തന്നെ ഇവർ ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിംഗ് വാട്ടർ ആൾക്കാർ ഹോളി വാട്ടറാണ് എന്നുള്ള വിശ്വാസത്തിൽ കൊണ്ടുപോകാറുമുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, അകത്ത് കന്യാകുമാരിയത്തിൻ്റെ ഒരു സ്കൾപ്ചറുണ്ട്. ആ സ്കൾപ്ചറിൻ്റെ കൈകൾ രണ്ടും വെട്ടിമാറ്റപ്പെട്ട പോലെ നമുക്ക് കണ്ടാൽ തോന്നും. പക്ഷേ പലരും പറയും അത് മുസ്ലിംസ് വെട്ടിയതാണ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥർ വെട്ടിയതാണ്. അതിനകത്തൊന്നും ഒരു അർത്ഥവും ഇല്ല. ഇത് വളരെയധികം പഴക്കമുള്ള സ്കൾപ്ചറാണ്. കൈ ഒടിഞ്ഞു പോയതായിരിക്കാം. അതല്ലാതെ മതങ്ങൾ തമ്മിലുള്ള അടിക്ക് ഇതിനകത്ത് യാതൊരു പ്രാധാന്യമില്ല. മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത് എന്നാണ് നമ്മുടെ നിസാം എന്ന നമ്മുടെ ഗൈഡ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, മതങ്ങളെ വ്രണപ്പെടുത്തി നമുക്ക് അതിനകത്തൊരു ബെനിഫിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച്, എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. മനുഷ്യൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ മതം. വെറുതെ അടി ഉണ്ടാക്കാതെ നമ്മൾ സമാധാനമായിട്ട് അങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം, ഒരു ചെറിയൊരു കുന്നാണ്. അപ്പോൾ ഈ കുന്നിൻ്റെ ചുറ്റുവട്ടത്ത് നല്ല പച്ചപ്പാണ്. ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പൈനാണോ എന്ത് മരങ്ങളാണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. പക്ഷെ ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെയും കുറച്ച് ഒലിവിൻ്റെ മരങ്ങളും ഒക്കെ കണ്ടാണ്. ഇനിയിപ്പം നമുക്ക് പതുക്കെ നടന്നാൽ ഈ ചെറിയൊരു ഉറവയുണ്ടെന്ന് പറഞ്ഞു. ഉറവ ഇപ്പോൾ ടാപ്പാക്കിയിരിക്കുകയാണ്, കാരണം ആൾക്കാർക്ക് വെള്ളം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഉറവയിൽ നിന്നുള്ള വെള്ളം വിശുദ്ധ വെള്ളമാണെന്നാണ് വിശ്വാസം. അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോവോ അല്ലെന്നുണ്ടെങ്കിൽ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. ഇതാണ് സ്പ്രിങ്. ആൾക്കാർ ഇവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട്. ഈ ടാപ്പിൽ വെള്ളം ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പുറത്തൊക്കെ ആൾക്കാർ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ടാപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണേലും ഇതുപോലെ വെള്ളം വന്ന് ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവോ കുടിക്കുകയോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ. വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ വെള്ളമായിട്ട് കുടിച്ചാലും മതി കേട്ടോ. അങ്ങനെ വെള്ളമല്ലേ, വെള്ളമാണ് ജീവൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കളക്ട് ചെയ്യുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം ഇവിടെ. അതുപോലെ നമ്മൾ മുന്നോട്ട് ഇച്ചിരി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവിടെ കുറച്ച് പേര് പേപ്പറിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നടക്കാനായിട്ട് എഴുതി വെക്കാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പേപ്പറിൽ എഴുതിയിട്ട് അത് നെറ്റ് പോലെ അതെല്ലാം ഗ്രില്ല് പോലെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുത്തി വെച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ പട്ടികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ, കുഞ്ഞു പട്ടികൾ, രസമുള്ള പട്ടികൾ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിന് നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങണ്ടേ. ഇവിടെ സ്ട്രേറ്റ് ഡോഗായിട്ട് ഇങ്ങനെ നടക്കുന്നു. അതേപോലെ ഈ കാണുന്ന എല്ലാമാണ് ഒലിവ് മരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഒലിവ് മരങ്ങളാണ് ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വന്ന അന്നേരം കാണുന്ന ഒരു കിണറാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് 1-ാം നൂറ്റാണ്ടിലെ കിണറിൻ്റെ സ്ട്രക്ചറും അതേപോലെയുള്ള ആകൃതിയും അതേപോലെയുള്ള രീതിയിലുമാണ് പണിതിരിക്കുന്നതെന്നാണ് പറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചൊക്കെ. അതുകൊണ്ടാണ് കന്യാകുമാരിയാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനുള്ള രണ്ടാമത്തെ കാരണമാണത് കേട്ടോ. അപ്പോൾ ഇത് കന്യാകുമാരിയാം ഉപയോഗിച്ചിരുന്ന കിണർ എന്ന് വേണേൽ പറയാം.
ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തത് എന്താണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം നമുക്ക്. ബാ. നമ്മളങ്ങനെ സെൻറ്റ് മേരീസ് ഹൗസിൽ നിന്ന് കുറച്ച് താഴേക്കണമായിരുന്നു. വന്ന സമയത്ത് ഇവിടെ സെൻറ്റ് മേരിയുടെ ഒരു സ്കൾപ്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റ് മേരിയുടെ സ്കൾപ്ചറിന് ഇതിന് ഒത്തിരി പഴക്കമൊന്നുമില്ല. ഇത് പുതുതായിട്ട് പണിത് വെച്ചിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് പുതുതായിട്ട് പണിത് വെച്ചിരിക്കുന്നതാണെങ്കിൽ കൂടി ആ സെൻറ്റ് മേരി നിൽക്കുന്ന ആ സ്റ്റൈല് ടർക്കിഷ് ആൾക്കാർ എങ്ങനെയാണോ മറ്റുള്ളവരെ വെൽക്കം ചെയ്യുന്നത് അതുപോലാണ്. അപ്പോൾ സെൻറ്റ് മേരി ഈസ് വെൽക്കമിങ് അസ് ടു ഹെർ ഹൗസ്. ആ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളും ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് ആട്ടും പറ്റം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കുറച്ചങ്ങോട്ട് പോകാം. അപ്പോൾ ചെമ്മരിയാട് ഒക്കെ ഇങ്ങനെ നടക്കുന്നു. അതേപോലെ ഇതിന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അങ്ങ് ദൂരെ കാണുന്ന അതൊരു ടൗണാണ്. സെൽചുക്ക് എന്നാണ് ആ ടൗണിൻ്റെ പേര്. അത് പണ്ട് പഴയ ഒരു എഫെസൂസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പണ്ട് ആദ്യത്തെ എഫെസൂസ് അവിടെയായിരുന്നു. അതിനുശേഷം അവിടെ മലേറിയയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. മലേറിയ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ബാഡ് സ്മെൽ എന്നാണ്. ഒരു മാഷ് ഉണ്ടായിരുന്നു, ആ മാഷിൽ ബാഡ് സ്മെൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുന്ന് ആൾക്കാർ മാറി താമസിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുതിയ എഫെസൂസ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പഴയത് തന്നെയാണ്. പക്ഷേ അതിനും പഴക്കമായിരുന്നു. ഈ സെൽചുക്കിനേക്കാളിലൊക്കെ ഒത്തിരി പണ്ടേ എഫെസൂസ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതുതായിട്ട് വന്ന എഫെസൂസിൻ്റെ ഒരു ഭാഗമാണിത് കേട്ടോ. ഇതൊരു തിയേറ്ററാണ്. ഈ കാണുന്നത് ഒരു തിയേറ്ററാണ്. ആ തിയേറ്റർ എന്ന് പറയുന്നത് പണ്ടത്തെ പാർലമെന്റ് ഹൗസ് ആയിരുന്നു. അവിടെ 1400 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു തിയേറ്ററാണ്. പക്ഷേ വലിയൊരു തിയേറ്റർ, എഫെസൂസിൻ്റെ വലിയൊരു തിയേറ്റർ അപ്പുറത്തെ ഭാഗത്തുണ്ട്. എഫെസൂസിൻ്റെ ഭാഗത്ത് മറ്റൊരു സൈഡിലായിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഈ തിയേറ്ററിൻ്റെ അടുത്തേക്കും പോകുന്നതാണ്. നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേന് ഈ പിങ്ക് കളറിൽ അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ കുറേ പൂക്കളൊക്കെ നിൽക്കുന്നതാണ്. അതൊക്കെ ഫ്രൂട്ട്സ് ഗാർഡൻസ് ഒക്കെയാണ്. അതെന്ത് ഫ്രൂട്ട്സ് ആണെന്ന് ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഞാൻ നമ്മുടെ നിസാമിനോട് ഇത് ചോദിച്ചിരുന്നു. അപ്പം നിസാം പറഞ്ഞ നിസാം ഇതാണ് നിസാം കേട്ടോ. नमस्ते, मेरा नाम निजाम है. इसको हिंदी भी आते अच्छा हिंदी बोल सकते हो. താങ്ക് യു. അപ്പോൾ നിസാം പറഞ്ഞതെന്ന് വെച്ചാൽ ആ പിങ്ക് കളറിൽ കാണുന്ന എല്ലാം തന്നെ പീച്ചസ് ആണ്. പക്ഷേ താഴെ കാണുന്ന ഒലിവാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോൾ ഇനി കാണാം നമുക്ക്. നമ്മൾ എഫെസൂസിൻ്റെ പഴയ ടൗൺഷിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും പഴയ എഫെസൂസ് അല്ല കേട്ടോ, ഇപ്പോഴത്തെ എഫെസൂസ്. അദ്ദേഹം പറയുന്നതൊക്കെ കേട്ടിട്ട് നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. This is Ephesus. I mean, pronouncing the original name of Ephesus. And Ephesus means the place of Mother Goddess. നമ്മളങ്ങനെ എഫെസൂസിനകത്തേക്ക് കയറി. എഫെസൂസിനകത്തേക്ക് കയറുമ്പം തന്നെ ആദ്യം നമ്മൾ കാണുന്ന ഒരു ബാത്താണ്. ബാത്ത് എന്ന് പറഞ്ഞാൽ ഹമാം. ടർക്കിഷ് ഹമാം എന്ന് നമ്മൾ ടർക്കിഷിൽ പറയുന്നു. പക്ഷേ റോമൻസ് പണ്ട് തന്നെ പണിതിരുന്നതാണ്. അതായത് ഒരു സിറ്റിയിലേക്ക് കയറി വരുമ്പോൾ ഇതിപ്പം മെയിൻ എൻട്രൻസ് അല്ല, മെയിൻ എൻട്രൻസ് താഴെയാണ് കേട്ടോ. മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഒരു സിറ്റിയിലേക്ക് എവിടെയെങ്കിലും എൻട്രൻസ് ഉണ്ടെങ്കിൽ അവിടെ ബാത്ത് ഉണ്ടാവും, വലിയ ഹമാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇതൊരു ചെറിയ ഹമാമാണ്, അപ്പുറത്ത് വലിയൊരു ഹമാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഹമാമിലേക്കും മറ്റു സിറ്റിക്ക് വേണ്ടുന്ന വെള്ളം കൊണ്ടുവന്നിരുന്ന് ആദ്യം അവർ ലെഡ് വെച്ച് നോക്കി. അത് കഴിഞ്ഞ് പിന്നീട് വേറെന്തോ മെറ്റലൊക്കെ വെച്ച് നോക്കി. പക്ഷേ അത് കഴിഞ്ഞ് റെഡ് ക്ലേ ബേക്ക് ചെയ്ത് ടെറക്കോട്ട പൈപ്പ്സ് ആക്കിയിട്ട് അത് ജോയിൻ ചെയ്യാനായിട്ട് വൈറ്റ് ക്ലേ ഉപയോഗിച്ച് സിമെൻറ്റ് പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാണ് അവർ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. ഇത് ഈ ബാത്തിൽ നിന്നുള്ള ഒരു വഴി, ഇതൊരു പാസേജാണ് കേട്ടോ. രണ്ട് സൈഡിലും എന്താ പറയുക പില്ലേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ പാസേജ് കണ്ടാലിരിക്കുക. പക്ഷേ പണ്ട് ഈ പാസേജ് എന്ന് പറയുന്നത് ഇരുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഫോട്ടോയിലുണ്ടായിരുന്നു. ആ പാസേജ് കഴിഞ്ഞ് പാസേജിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു, പാസേജിൻ്റെ ഒക്കെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പുസ്തകത്തിൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഞാൻ കണ്ടു നോക്കിയല്ല, ശരിക്കും നിസാമാണ് അതെല്ലാം പറഞ്ഞു തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള ആ തിയേറ്ററാണ്. 1400 ചെറിയ തിയേറ്റർ, 1400 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തിയേറ്റർ. അതിന് എന്താ പാർലമെൻറ്റ് ഹൗസ് എന്നാണ് പറയുക. കാരണം അന്ന് പാർലമെൻറ്റ് നടത്താൻ വേണ്ടി മാത്രം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് വരികയാണെങ്കിൽ എഴുത്തൊക്കെ വായിക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് പോകാം. കല്ലുകളുണ്ട്. ഇവർ നമ്മുടെ തലക്കലങ്ങ് പോയി, അതുകൊണ്ട് നമ്മളും പെട്ടെന്ന് ചെയ്യലായിട്ട് അവർ പറയുന്നതും കൂടെ കേൾക്കണമല്ലോ.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററിൻ്റെ സ്റ്റെപ്സൊക്കെ കയറി ഇതിലേക്ക് നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. എനിക്ക് അത്രയും സമയമില്ല, കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യണം, ഇവർ പോകുന്ന കൂടെ തന്നെ പോവുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് കയറുന്നില്ല. നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇതിലൊക്കെ ഒന്ന് നടന്ന് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരോടൊപ്പം ജോയിൻ ചെയ്യാം. ഈ തിയേറ്റർ എന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഇത് പാർലമെൻറ്റിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആർട്ടോ മ്യൂസിക്കോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്ലാഡിയേറ്റർ വാൾസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒഫീഷ്യൽ മീറ്റിങ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് മീറ്റിങ്സിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ തിയേറ്റർ. ശരിക്കും ഇതൊരു കവേർഡ് തിയേറ്റർ ആയിരുന്നെന്നാണ് പറഞ്ഞത്. ഇതിന് റൂഫ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഈ സെമി സർക്കുലർ ഏരിയയിൽ വെള്ളം പുറത്തേക്ക് ഡ്രെയിനേജ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഡ്രെയിനേജ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ തിയേറ്റർ, അല്ലെന്നുണ്ടെങ്കിൽ കവേർഡ് തിയേറ്റർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പാർലമെൻറ്റ്, പഴയ പാർലമെൻറ്റ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ആ തിയേറ്ററിൻ്റെ സ്റ്റെപ്സൊക്കെ കയറി മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒരു ചെറിയ തുരങ്കം പോലെ അതിനകത്തൂടെ നടന്ന് അപ്പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ഈ പാർലമെന്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ടൗൺ ഹാൾ, അല്ലെന്നുണ്ടെങ്കിൽ സിറ്റി ഹാൾ ഉണ്ടായിരുന്നത്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതിന്റെ പില്ലേഴ്സ് മാത്രം നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഓ മൈ ഗോഡ് പോയിന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തെ പലക മാത്രം നോക്കി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേന് താഴെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ആ പഴയ എഫേസസ് സിറ്റി കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഇത് ഗവർണർ മെമൂസിൻ്റെ ഒരു വിക്ടറി അച്ചീവ് ചെയ്ത ഒരു മൊണ്യുമെൻ്റ് ആണ്. മെമൂസിൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്കൾപ്ചർ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ താഴെ കാണുന്ന കാണുന്ന ഈ ബിൽഡിങ്ങിലെ അത് പഴയ ആശുപത്രിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൂടെ പെട്ടെന്ന് അങ്ങ് നടന്നു പോയി കാണുകയൊക്കെ ചെയ്യും. പക്ഷേ അന്നേരം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ടെറാക്കോട്ട ക്ലേസ് ഉപയോഗിച്ചാണ് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ടെറാക്കോട്ട ക്ലേയിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇത് അക്വാഡക്ട്സ് ആണ്. അക്വാഡക്ട്സ് വഴിയാണ് സ്പ്രിങ്ങിൽ നിന്ന് വെള്ളം സിറ്റിയിൽ കൊണ്ടുവരിക. പിന്നെ ഇവിടെ നിന്ന് ടെറാക്കോട്ട ക്ലേസ് ഉപയോഗിച്ച് ടെറാക്കോട്ട പൈപ്സ് ഉപയോഗിച്ചാണ് മറ്റ് വീടുകളിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എഫേസസ് എന്ന് പറയുന്ന പഴയ പോഷ് സിറ്റികളിലൊന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അന്ന് തന്നെ അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ് ഫെസിലിറ്റി, ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിലം പോലും ചൂടായിട്ട് നിൽക്കും, മൊത്തം വീട് ചൂടായിട്ട് നിൽക്കും, അതേപോലെ തന്നെ നിലം പോലും ചൂടായിട്ട് നിന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ എല്ലാ വീട്ടിലും ബാത്ത് അന്നുണ്ടായിരുന്നു. 22nd century BC, 4th century BC മുമ്പൊക്കെ തന്നെ ഈ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പുതിയ സ്ഥലമാണ്, പുതിയ എഫേസസ് ആണ്. പഴയ എഫേസസ് എന്ന് പറയുന്നത് അപ്പുറത്ത് ഇപ്പോൾ പുതിയ ടൗൺ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതുകൂടാതെ താഴോട്ട് പോയി അങ്ങ് താഴെ ഏറ്റവും അവസാനം കാണുന്ന ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഒന്നുകൂടെ സൂം ചെയ്തിട്ട്, ഈ കാണുന്ന ബിൽഡിംഗ്, ഇത് അങ്ങ് ഏറ്റവും അവസാനം കാണുന്ന ഈ ബിൽഡിങ്ങിലെ അത് ലൈബ്രറി ബിൽഡിംഗ് ആണ്. അതിൻ്റെ കുറേയൊക്കെ റിനോവേറ്റ് എന്നാണ് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇവിടെയൊക്കെ എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടെ എക്സ്കവേഷൻസ് ഇപ്പം നടക്കുന്നില്ല. കോവിഡിന് മുമ്പ് എക്സ്കവേഷൻസ് നടന്നിരുന്ന സ്ഥലങ്ങളാണ്. ഈ കവർ ചെയ്തിട്ടിരിക്കുന്നതും അത് അവിടെ എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് ഇതൊക്കെ അങ്ങ് നടന്ന് ഇവരുടെ കൂടെ കണ്ടങ്ങ് പോകാം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അവിടെ വെച്ചൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമുക്ക് സംസാരിക്കാം. കാരണം എന്ന് വെച്ചാൽ അവരോടൊപ്പം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് നടന്നങ്ങ് പോയാലേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഓ മൈ ഗോഡ് പോയിന്റിൽ നിന്ന് മുന്നോട്ട് വന്നു കേട്ടോ. മുന്നോട്ട് വരുമ്പോഴത്തേന് ടെമ്പിൾ ഓഫ് മദർ ഗോഡസ് അവിടെ നമ്മൾ പോയിരുന്നു. ശരിക്കും എഫേസസ് എന്നുള്ള പേര് തന്നെ വരാൻ കാരണം എന്ന് വെച്ചാൽ സിറ്റി ഓഫ് മദർ ഗോഡസ് എന്നാണ് എഫേസസ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം. അപ്പോൾ എഫേസസ് സിറ്റി ഓഫ് മദർ ഗോഡസ്, ടെമ്പിൾ ഓഫ് മദർ ഗോഡസിൻ്റെ സ്റ്റാച്യു കണ്ടിരുന്നു. അത് മദർ ഗോഡസിൻ്റെ ഒരു സ്കൾപ്ചർ എക്സ്കവേറ്റ് ചെയ്ത് അവരെടുത്തിരുന്നു കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ എടുത്തതാണ്, എന്ന് എടുത്താന്ന് അറിയില്ല. അപ്പോൾ അവരെടുത്തിരുന്നു. അപ്പോൾ ഈ മദർ ഗോഡസിന് സ്കൾപ്ചറിൽ തന്നെ മുട്ടകളുണ്ട്. മദർ ആണ് എന്ന് കാണിക്കുന്ന, അമ്മ എന്ന് കാണിക്കുന്ന മുട്ടകൾ വെച്ചാണ് ആ സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പം ഗോഡസ് നൈക്കെ, നമ്മൾ നൈക്കെ ഷൂസ് ഒക്കെ ഉപയോഗിക്കത്തില്ലേ, അപ്പോൾ ഈ നൈക്കെ എന്നുള്ള പേരിൽ നിന്നാണ്, ഗോഡസ് നൈക്കയിൽ നിന്നുള്ള പേരിൽ നിന്നാണ് നൈക്കെ എന്ന സ്പോർട്സ് കമ്പനിക്ക് പേര് വന്നത് എന്നാണ് നിസാം പറഞ്ഞത്. അപ്പം നൈക്കയുടെ ഒരു സ്കൾപ്ചർ കണ്ടു.
ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ഏഞ്ചൽ പോലത്തെ ഒരു സ്കൾപ്ചർ. അവിടെയൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ആ സ്കൾപ്ചർ ഇരുന്നിരുന്നത് ഹെർക്കുലിസ് ഗേറ്റ്, ഹെർക്കുലിസ് എന്ന് പറഞ്ഞ ഒരു ദൈവമാണല്ലോ, ഗ്രീക്ക് ദൈവമാണല്ലോ, ഗ്രീക്കും റോമനും ആയിരുന്നു തോന്നുന്നു. ഏതായാലും ഹെർക്കുലിസ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ മേളിലാണ് ഈ നൈക്കെ ഗോഡസിൻ്റെ സ്കൾപ്ചർ ഇരുന്നിരുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പോകുന്നത് ഡൗൺ ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെയൊക്കെ മാർക്കറ്റൊക്കെ നടന്നിരുന്നു എന്നാണ് പറഞ്ഞത്. നല്ല ബിസി ആയിട്ടുണ്ടായിരുന്ന, എഫേസൂസിലെ ബിസി ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ. മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പഴയ ലാട്രിൻ ഏരിയ ആണ്. ലാട്രിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും കുറേ പേർ പബ്ലിക് ലാട്രിൻ, പബ്ലിക് ടോയ്ലറ്റ് ആണ്. ഇവിടെ ആൾക്കാർക്ക് നമുക്ക് വന്നിരിക്കാൻ, എല്ലാവർക്കും വലിയ മറകളൊന്നുമില്ല കേട്ടോ. അന്ന് ആൾക്കാർ ഇവിടെ വന്നിരുന്ന് അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകി പോവുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലം. അതുപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് മ്യൂസിക് സെൻ്റർ ആണ്. ഒരു ചെറിയൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ മ്യൂസിക് ഒക്കെ നടത്തിയിരുന്നു. ആൾക്കാർ ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേന് മ്യൂസിക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതായിരുന്നു പഴയ റോമൻ സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് തൊട്ടിടയ്ക്കായിട്ട് ഒരു ബാത്ത് ഏരിയ ഉണ്ട്. ആ ബാത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഫ്ലഷ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് പൊയ്ക്കൊണ്ടിരുന്നത്. ആ വെള്ളം ഫ്ലഷ് ചെയ്ത് പോവും. അതേപോലെ കഴുകാനായിട്ട് നമുക്ക് ടോയ്ലറ്റൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കഴുകാനായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു നല്ല വെള്ളം വരുമെന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ ലൈബ്രറിയിലേക്ക് എത്തുകയാണ്. ഇതാണ് ലൈബ്രറി സ്ട്രക്ചർ. നമ്മൾ ലൈബ്രറിയുടെ അടുത്ത് വരെ എത്തി നടന്ന് ഞാൻ വെറുതെ ലൈബ്രറി എന്ന് പറഞ്ഞു തീർത്തു എങ്കിലും, ലൈബ്രറിയിൽ വന്നു എന്ന് പറഞ്ഞങ്ങ് തീർത്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ലൈബ്രറി തേർഡ് ലാർജസ്റ്റ്, ഏൻഷ്യൻ ലൈബ്രറികളിൽ തേർഡ് ലാർജസ്റ്റ് ലൈബ്രറി എന്നാണ് പറയുന്നത് കേട്ടോ. 12,000 ചില്ലുവാനം റോൾസ്, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ബുക്സ്, എഴുത്തുകൾ ആണ് ഇവിടുന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് അന്നത്തെ സമയത്ത്. അപ്പോൾ വലിയൊരു ലൈബ്രറി തന്നെയായിരുന്നു. പിന്നെ ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റു കഥകളും കേട്ടോ. ഈ ലൈബ്രറിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു ബ്രോത്തൽ ഉണ്ടായിരുന്നത്. ബ്രോത്തലിലേക്ക് വരാനുള്ള വഴി ഇങ്ങനെ ആൾക്കാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ബ്രോത്തലിലേക്ക് പോകേണ്ടതെന്നൊക്കെ അന്നത്തെ കാലത്ത് ആൾക്കാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോത്തൽസൊക്കെ ലീഗലായിരുന്നു അന്ന്. അതേപോലെ തന്നെ ലൈബ്രറിയുടെ തൊട്ടപ്പുറത്ത് മാർക്കറ്റുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നു, അന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളോട് പറയും, നീ മാർക്കറ്റിൽ പൊക്കോ, ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പുള്ളി പതുക്കെ ഇറങ്ങി ബ്രോത്തലിലോട്ട് പോകുമായിരുന്നായിരിക്കണം എന്നിങ്ങനെ പുള്ളി തമാശയായിട്ട് പറഞ്ഞു. അപ്പം ബ്രോത്തലും മാർക്കറ്റും കണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എഫേസസിൽ തുടങ്ങിയപ്പോഴത്തേനും ഒരു ചെറിയ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് അത് പാർലമെൻ്റ് ആയിരുന്നു. ശരിക്കുള്ള വലിയ തിയേറ്ററിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. വലിയ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ഇതിന് വലിയൊരു ഗാലറിയാണ്. ഇവിടെ 9,000 പേരോ മറ്റാണ് ഇരുന്നിരുന്നത് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ, ആംഫി തിയേറ്റർ അല്ല, ഏറ്റവും വലിയ സ്റ്റേഡിയം അല്ല, ഏറ്റവും വലിയ തിയേറ്റർ ഇതായിരുന്നു. എഫേസസിൻ്റെ തിയേറ്റർ ആയിരുന്നു ഏറ്റവും വലിയ തിയേറ്റർ. അതേപോലെ തന്നെ ബൈബിളിൽ നമ്മുടെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു തിയേറ്ററും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 9,000 പേര് വന്നിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഗ്ലാഡിയേറ്റർ വാർസൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഗ്ലാഡിയേറ്റർ വാർസും ആനിമൽ വാർസും നടന്നുകൊണ്ടിരുന്ന സ്ഥലം. പക്ഷേ ഇവിടെയായിരുന്നു സ്റ്റേജ്, പഴയ സ്റ്റേജ് ഇവിടെയായിരുന്നു. ഇപ്പോൾ അവിടെ സ്റ്റേജൊന്നും ഇല്ല, റീകൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇവർ ചില ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. ആർട്ട്, ഗ്ലാഡിയേറ്റർ പാടുന്നില്ല കേട്ടോ, ആർട്ട് ആൻഡ് മ്യൂസിക് ഒക്കെ ഇവിടെ പെർഫോമൻസ് ഉണ്ട്. ഇത് ഒരു ഓപ്പൺ തിയേറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ വരികയാണെങ്കിൽ കാണാം ഇവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളതെല്ലാം തന്നെ ഓപ്പൺ തിയേറ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ തിയേറ്ററിൻ്റെ ഒരു പ്രത്യേക കാഴ്ച. നിസാം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ഇനിയുണ്ട്. നമുക്ക് ഹാർബറിലേക്ക് പോകണം. ഹാർബറിലേക്ക് പോയി ഈ വീഡിയോ അങ്ങ് തീർക്കുകയാണ് കേട്ടോ. നമ്മൾ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകാം അല്ലേ. തൽക്കാലത്തേക്കിന് ബൈ. അതെ, ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ 9,000 പീപ്പിളിനെ ഇവിടെ ഇരിക്കാവുന്ന, 9,000 അല്ല, 24,000, 24,000 ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് പ്രോഗ്രാംസ്, ഗ്ലാഡിയേറ്റർ വാർസ് ആണെങ്കിലും ആനിമൽ ഫൈറ്റ്സ് ആണെങ്കിലും ആർട്സ്, മ്യൂസിക് എക്സെട്ര ആണെങ്കിലും കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ്. 24,000, ലോകത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ. സോറി കേട്ടോ, തെറ്റ് പറഞ്ഞതിൽ സോറി.